കൊല്ലത്ത് UDFന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങിയ കാർ ഇടിച്ച് കായിക താരങ്ങൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ കേസെടുത്തു. കാർ ഓടിച്ച ദേവനന്ദനെതിരെയാണ് കേസെടുത്തത്. 4 KSU പ്രവർത്തകരാണ് കാറിലുണ്ടായിരുന്നത്. UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ മകന്റെ പേരിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങളുമായി കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ നായർ, ഇത് എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? ഈ കാർ ഓടിച്ചിരുന്ന ആൾ ദേവനന്ദൻ, അത് ഈ KSU പ്രവർത്തകനാണോ? ദേവനന്ദൻ KSU പ്രവർത്തകനാണ്. ഇന്നലെ വൈകിട്ട് ഒരു 6:30 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ലിങ്ക് റോഡിൽ വെച്ചാണ് അപകടം സംഭവിക്കുന്നത്. 2 കായിക താരങ്ങൾ പരിശീലനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. ആ സമയത്താണ് അമിത വേഗത്തിലെത്തിയ, അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അമിത വേഗത്തിലെത്തിയ കാർ ഈ കായിക താരങ്ങളെ ഇടിച്ച് അഷ്ടമുടി കായലിലേക്ക് ഇടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതിനുശേഷം നാട്ടുകാർ ആണ് പെട്ടെന്ന് കുട്ടികളെ 2 പേരെയും പുറത്തേക്ക് എടുത്തത്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ രാത്രി ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും അതിനുശേഷം ശസ്ത്രക്രിയ അടക്കം നടത്തുകയും ചെയ്തിരുന്നു. ഇതിൽ ഇപ്പോഴും ആ കുട്ടികളുടെ സ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള ദേവനന്ദനെതിരെയാണ് കേസ് എടുത്തത്. ദേവനന്ദൻ അടക്കം 4 KSU പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത് ബിന്ദു കൃഷ്ണ, കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ മകന്റെ ഉടമസ്ഥതയിലുള്ള പേരിലുള്ള കാറാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് RC ബുക്ക് അടക്കം വിളിച്ചു വരുത്തുകയും ഈ ബിന്ദു കൃഷ്ണയുടെ മകനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരാൾക്കെതിരെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. അപകടമുണ്ടാക്കിയതിന് മാത്രമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതൊരു രാഷ്ട്രീയ വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇതിന് ഉത്തരവാദിത്വം UDF ഏറ്റെടുക്കണം, UDF ഇതിന് മറുപടി നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ ആവശ്യപ്പെടുന്നത്. ശരി, കണ്ണനാരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ബിന്ദു കൃഷ്ണയുടെ മകന്റെ പേരിലുള്ളതാണ് ഈ കാർ ഓടിച്ചിരുന്ന ദേവനന്ദനെയാണ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. 4 KSU പ്രവർത്തകരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ മകന്റെ പേരിലാണ് ഈ കാർ ഉള്ളത്. ബിന്ദു കൃഷ്ണയെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു ഇതിന്റെ നിജസ്ഥിതി അറിയാൻ, പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വിശദാംശങ്ങൾ നൽകിയത് കണ്ണൻ നായരാണ്.